14 മണിക്കൂറുകളൊക്കെ എടുക്കും ഞങ്ങളുടെ ഭവനത്തിൽ എത്തുവാൻ. ഈ സമയമൊക്കെയും ഈ പ്രദേശത്തെ കടന്നു വന്നു 2 സ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. നമുക്ക് ലഭിച്ച ഭാഗ്യകരമായ പദവിയാണ്. അതിനുശേഷം ഏതാണ്ട് 50 ഭവനങ്ങൾ 60ഓളം ഉണ്ട്. എന്നാൽ കൃത്യമായി പറഞ്ഞതുകൊണ്ട് 50 പറഞ്ഞത് 50 ഭവനങ്ങളിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് ഞങ്ങൾക്ക് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. നിങ്ങളെയൊക്കെ കാണുവാനും സന്ദർശിക്കുവാനും പ്രാർത്ഥിപ്പാനും കുറെ പേരെങ്കിലും ഞങ്ങൾക്കിടയായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽപ്പാൻ എനിക്ക് വീണ്ടും ലഭിച്ച ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ സുവിശേഷ ഘോഷണത്തിന്റെ ആവശ്യകത? പൗലോസ് പറയുന്നു, ഞാൻ കടക്കാരനായിരിക്കുന്നു. ആരൊക്കെ കടക്കാരൻ? റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, യവനന്മാർക്കും ജ്ഞാനികൾക്കും അതോടൊപ്പം തന്നെ ബുദ്ധിഹീനർക്കും ബർബരന്മാർക്കും ഞാൻ എന്തായിരിക്കുന്നു? ഞാൻ കടക്കാരനായിരിക്കുന്നു. ഈ ബോധ്യം ഞങ്ങളെ ഭരിക്കുന്നു. അതുകൊണ്ട് ആ കടക്കാരനായിരിക്കുന്നതിന്റെ കാരണം പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് ദൈവത്തിന്റെ ശക്തിയാകുന്നു എന്നുള്ളത്. ഈ സുവിശേഷവുമായി കടന്നു പോകുന്നതിന്റെ കാരണം ഒന്നേയുള്ളൂ, സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ്. റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ക്ഷണിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ വളരെ സുപരിചിതമാണ്. സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ്. ശക്തിമത്തതായിട്ടുള്ള ഒന്നിനെ, അളവ് കൂടാത്ത, വിവരിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള, അളവറ്റതായിട്ടുള്ള ബലമേറിയ ഒന്നിന്റെ വിശദീകരണവുമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്, ഈ ദേശത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസിനോട് കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്നുണ്ട്, ജീവിതത്തിന്റെ ഏറ്റവും പ്രതിസന്ധിയുടെ മധ്യത്തിൽ വാളുറയിൽ നിന്നൂരി കഴുത്തിനോട് അടുപ്പിച്ച് ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുന്നതായിട്ടുള്ള പ്രമാണിയായ മനുഷ്യൻ ഇരുളിൽ നിന്ന് ഉയർത്തുന്നതായിട്ടുള്ള ഒരു ചോദ്യം, ഈ ചോദ്യം കാലഘട്ടത്തിലൊക്കെയും ആവർത്തിച്ചുയരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ചുരനയുടെ ദേശത്തും അർദ്ധരാത്രിയില് ആത്മഹത്യ ചെയ്യുവാൻ തയ്യാറായി ജീവിതത്തിന്റെ വൈതരണിയുടെ മധ്യത്തിൽ, പ്രതിസന്ധിയുടെ മധ്യത്തിൽ, വ്യഥയുടെ മധ്യത്തിൽ വെളിച്ചമില്ലാതിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, വെളിച്ചം എവിടെ? രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഉയർന്ന ശബ്ദം, നിനക്കൊരു ദോഷവും ചെയ്യരുത്. ചുരനയുടെ ദേശമേ, ഞങ്ങൾക്ക് പറയുവാനുള്ള സന്ദേശത്തിന്റെ അന്തസക്തിയും അത് തന്നെയാണ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്. ഈ ശബ്ദപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ശ്രമിക്കുന്ന ഈ ദേശനിവാസികളോട്, ഈ ആലയത്തിനുള്ളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആവർത്തിച്ചുയരുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ശബ്ദം, നിനക്കൊരു ദോഷവും ചെയ്യരുത്. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഉത്തരം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം. നിന്റെ ദോഷങ്ങൾ മാറുവാൻ, നിന്റെ വ്യഥകൾ മാറുവാൻ, നിന്റെ ആകുലതകൾ മാറുവാൻ, നിന്റെ കണ്ണുനീര് മാറുവാൻ, നിന്റെ നഗ്നത മാറുവാൻ, നിന്റെ അപമാനം മാറുവാൻ ഒരേ ഒരു മാർഗ്ഗമേയുള്ളൂ. ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തിയ മാർഗ്ഗം, ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തിയ വ്യക്തി കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം. എന്നാൽ നീയും നിന്റെ കുടുംബവും. അതുകൊണ്ടാണ് പറഞ്ഞത്, പൗലോസിന്റെ അനുഭവിച്ചറിഞ്ഞപ്പോൾ ദമസ്കോസിന്റെ വഴിവാതിക്കൽ വെച്ച് തന്റെ ജീവിതം വ്യതിയാനത്തിലേക്ക് മാറുകയാണ്, രൂപാന്തരത്തിലേക്ക് മാറുകയാണ്. സർവശക്തന്റെ ശക്തി അവരിലേക്ക് വ്യാപരിച്ചപ്പോൾ പൗലോസ് പറയുന്നു, ഞാൻ കടക്കാരൻ ആകുന്നു. ചുരന ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വെളിച്ചം കിട്ടിയിട്ടുള്ളവരെ, ഈ ദർശനം കിട്ടിയിട്ടുള്ളവരെ, ഞാൻ നിങ്ങളും സാക്ഷികളാകുന്നത് ഈ മൺകൂടാരത്തിന്മേൽ, ഈ മണ്ണോട് ചേർന്നതായിട്ടുള്ള, ചേരേണ്ടതായിട്ടുള്ള ഈ ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന ശക്തി അത്യുന്നതന്റെ ശക്തിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ എന്താണ്? കടക്കാരൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ കടക്കാരൻ. ഈ കട തീർക്കുവാനായിട്ട് ഓടി നടക്കുന്നത് അത് എന്തുവരെ തുടരും? ഈ കഥാവ് വരുന്നത് വരെയും തുടരും. അല്ലെങ്കിൽ ഈ ശരീരത്തോട് ഈ ശരീരം മണ്ണോട് ചേരുന്നത് വരെയും. ചിലർ ചിന്തിക്കുകയോട് യാതൊരു പണിയുമില്ലെന്ന്. യാതൊരു പണിയുമില്ലാത്ത പണിയല്ല ഇത്. മനുഷ്യനെ മതിക്കുന്ന പണിയാ, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന പണിയാ, മനുഷ്യന് അർത്ഥവും ലക്ഷ്യവും നൽകുന്നതായിട്ടുള്ള പണിയാ. ഇത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടതായിട്ടുള്ള പണിയാണ്. പൗലോസ് പറയുന്നു, സുവിശേഷം ദൈവത്തിന്റെ ശക്തിയാണ്.
അതിന്റെ കാരണം വളരെ വേഗത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ശക്തമത്തമായിട്ട് നാം കാണുന്നത് നമ്മുടെ കൈകളിൽ വഹിക്കാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ അതിന് വലിയ ബലത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാൽ ഉന്തിയാൽ നീങ്ങാത്തതായിട്ടുള്ള ഒരു കല്ലൊരുവൻ വന്ന് തള്ളി നീക്കിയ അത് അസാധ്യമായിരുന്നു. അവൻ അത് സാധ്യമാകുമ്പോൾ നമ്മൾ അവനെ ശക്തനെന്ന് വിളിക്കും. ഏതൊന്നിന്റെയും ശക്തിയെ നാം ഗ്രഹിക്കുന്നത് അപ്രകാരം തന്നെയാണ്. ശക്തിയുടെ അളവുകോൽ വലിപ്പത്തിന്റെ അളവുകോൽ പോലെയല്ല. ശക്തിയുടെ അളവുകോൽ അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കുമ്പോഴാണ്. പൗലോസ് ഇവിടെ ഒന്നാമത് പറയുന്ന കാര്യം, അവൻ അസാധ്യമായതിനെ സാധ്യമാക്കി തീർത്തു. സുവിശേഷത്തിന്റെ പ്രസക്തിയും അത് തന്നെയാ. അസാധ്യങ്ങളുടെ സാധ്യത ജീവിതത്തിൽ അസാധ്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നതിനെ, നാം നിരക്കുന്നതിനെ സാധ്യമാക്കുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ. അത് ജീവിക്കുന്നവനായ ദൈവമാണ്. സംശയമുണ്ടോ? സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ സാക്ഷികളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങൾ കണ്ടവരാ, ഞങ്ങൾ കേട്ടവരാ, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ചു. ആർക്ക് വിടുവിക്കാൻ സാധിക്കും? അവൻ എന്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചു. അവൻ എന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ ആരെ കൊണ്ട് സാധിക്കും? ഒരുവനെ കൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അവൻ സർവശക്തനായിരിക്കണം. സർവശക്തൻ, ഈ ഭൂമിയെ സൃഷ്ടിച്ചവൻ, ആകാശത്തെ വിളിച്ചവൻ, എന്റെ ജീവിതത്തിൽ ഊടുമ്പോഴും മെലിഞ്ഞവൻ, അത്യുന്നതനായ ദൈവം, സകലത്തിന്റെ സൃഷ്ടാവായിരിക്കുന്നവൻ മാത്രമാണ്. അവൻ സർവശക്തനാണ്. അവനോട് തുലനപ്പെടുത്തുവാൻ ആരെ കൊണ്ടും സാധ്യമല്ല. അസാധ്യങ്ങളുടെ സാധ്യതയാണ് സുവിശേഷം മുന്നോട്ട് നൽകുന്നതായിട്ടുള്ള വാഗ്ദാനം. മറിയ ആശ്ചര്യപ്പെട്ടു. നമ്മളിനി ഈ നാളുകളിൽ നിരന്തരമായി കേൾക്കുവാൻ പോകുന്നതായിട്ടുള്ള ഒരു ശബ്ദമാണ്, അല്ലെ, ഒരു സന്ദേശമാണ്. ക്രിസ്മസിന്റെ സന്ദേശം ദൂരന്റെ വായിൽ കൂടെ മുഴങ്ങി കേട്ടപ്പോൾ അത് സ്വീകരിക്കുവാൻ പോകുന്നവൾ അതിശയിച്ചു പോയെന്നാ പറഞ്ഞു. അവൾ ചോദിക്കുന്ന ചോദ്യം അറിയാമോ? ഇതെങ്ങനെ സാധ്യമാണ്? ജീവിതത്തിന്റെ വ്യഥകളുടെ മധ്യത്തിൽ നിലച്ചിരിക്കാത്ത നേരത്ത് ഞാനൊരു രോഗിയാണെന്ന് തിരിച്ചറിയുമ്പോൾ, മാറ്റുവാൻ കഴിവില്ലാത്തതായിട്ടുള്ള കടങ്ങളുടെ ഭാരം വഹിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ഭാരം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉയരുന്നതായിട്ടുള്ള ചോദ്യം, ഇതെങ്ങനെ സാധ്യമാകും? ഉത്തരം പറയുകയാണ്, അത്യുന്നതന്റെ ശക്തി നിലവേൽ നിഴലിടും. അസാധ്യങ്ങൾ സാധ്യമാകുന്നത് എന്താണെന്നറിയാമോ? അത്യുന്നതന്റെ ശക്തി നിഴലിടുമ്പോഴാ. അത്യുന്നതന്റെ ശക്തി ലോക ചരിത്രത്തിന്മേൽ നിഴലിട്ടു. അത്യുന്നതന്റെ സാധ്യമായതിനെ സാധ്യമാക്കി തീർത്തു. കന്യക ഗർഭിണിയായി ലോകത്തിന്റെ മധ്യത്തിൽ കാലത്തിന്റെ തികവിൽ സകല മനുഷ്യരെയും വീണ്ടെടുക്കുവാൻ വീണ്ടെടുപ്പുകാരൻ വചനം ജനമായി മണ്ണിൽ അവതരിച്ചു. അതാണ് സുവാർത്ത. അതുകൊണ്ട് സുവിശേഷം നൽകുന്ന വാഗ്ദാനം അസാധ്യമായിട്ടുള്ളതൊന്നുമല്ല. ദൈവത്തിന് സകലതും സാധ്യമല്ലേ? ഈ രാത്രിയിൽ ഭാരത്തോട് ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിറഞ്ഞ കണ്ണുകളുമായി ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, തീരാ വേദനയുമായി ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഈ ചുഴലയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ഭാരങ്ങളെ നീക്കിയവന്റെ വലിപ്പത്തെ ഒരിക്കൽ കൂടെ പ്രസ്താവിക്കട്ടെ. അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനോ. ഏത് ഭാരത്തിൽ നിന്നും നിങ്ങളെ വിടുവിപ്പാൻ, ചെങ്കടലിനെ ഒരു വാക്കിനാൽ വിഭജിക്കുവാൻ കഴിയുന്നവൻ നൽകുന്ന വാഗ്ദാനമാണ്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുമെന്നുള്ളത്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ. ഇവിടെ എന്ത് അസാധ്യതയാ സാധ്യമാക്കി തീർക്കുന്നത്? നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, യഹൂദനും യവനനും ചേർത്തില്ല. മനുഷ്യൻ തമ്മിലുള്ള ബന്ധം ശരിയാകണമെങ്കിൽ ഇന്നെങ്ങനെയായിരുന്നു? അതുകൊണ്ട് ഇവിടെ ആദ്യത്തെ അസാധ്യത എന്ന് പറയുന്നത് അതിശയകരമായ അനുരഞ്ജനമാണ്. അതിശയകരമായ അനുരഞ്ജനം, അമേസിംഗ് റെക്കൺസിലിയേഷൻ. ഇവിടെ പറയാം, ആദ്യം യഹൂദനും പിന്നെ ചേർത്തില്ല. മോര് കുതിരയിട്ട് ഇതൊക്കെ അതിലിരിക്കും, കൈ ഒഴയത്തേ ഉള്ളൂ. എന്താ നമ്മളെ ചേർച്ചയില്ലായ്മയുടെ കാരണം? ചേർച്ചയില്ലായ്മയുടെ കാരണം പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. എല്ലാവരും പാപം ചെയ്തു, ഒരുപോലെ ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവരാണ് എന്ന് കൺക്ലൂഡ്
കൂടി ചെയ്യുന്നതിന് മുമ്പ് ആ പാപത്തിന്റെ കാരണം വിശദീകരിക്കുകയാണ്. എന്താ പറയാമോ? മനുഷ്യന്റെ സകല അഭക്തിക്കും അനീതിക്കുന്നേ. എന്താ അഭക്തി എന്ന് പറഞ്ഞാൽ? ദൈവത്തോടുള്ള ബന്ധത്തിൽ വന്നതായിട്ടുള്ള വീഴ്ച. അത്യുന്നതനായ ദൈവം തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും വിവേകമുള്ളവരായി, പരിജ്ഞാനമുള്ളവരായി, ചിന്താശീലമുള്ളവരായി, അതുകൊണ്ടാണ് മനുഷ്യൻ എന്നുള്ള പേര് വന്നത്. പ്രിയപ്പെട്ടവരെ, വെറുതെയല്ല മനുഷ്യൻ എന്നുള്ള പേര് വന്നത്. മനനം ചെയ്യുന്നവനാ മനുഷ്യൻ, ചിന്തിക്കുന്നവനാ മനുഷ്യൻ, വൈഭവം ഭാവനകൾ കാണുവാൻ വൈഭവമുള്ളവനാ മനുഷ്യൻ, മുന്നോട്ട് നോക്കി കാണുവാൻ കാഴ്ചയുള്ളവനാ മനുഷ്യൻ, രണ്ട് കണ്ണുകൾ മുന്നോട്ട് നോക്കുവാൻ, ഇരുപത് കാലുകളിൽ എഴുന്നേറ്റ് നിൽപ്പാൻ, നട്ടെല്ല് നിവർത്തി നിൽപ്പാൻ, ചിന്തിക്കുവാനും ചിരിക്കുവാനും വൈഭവമുള്ള ഒരു സൃഷ്ടിയുണ്ടെങ്കിൽ സൃഷ്ടിയുടെ ബഹുളമായിരിക്കുന്ന മനുഷ്യനാണ്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അത്യുന്നതൻ തന്റെ സാരാംശം നൽകിയ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇവിടെ എന്നിട്ട് പൗലോസ് പറയാനറിയാമോ? ഇങ്ങനെ സൃഷ്ടിച്ചതായിട്ടുള്ള മനുഷ്യന്റെ ദിവ്യത്വവും നിത്യശക്തിയും അവന്റെ പ്രവൃത്തികളാൽ, അവന്റെ അദൃശ്യമായ രക്ഷണങ്ങളാൽ ലോകത്തിന് വെളിപ്പെട്ടപ്പോൾ ഈ വെളിപ്പാടിനെ അവർ നിരസിച്ചു. തൽഫലമായിട്ട് അവർ അന്ധബുദ്ധികളായി തീർന്നതാണ്. ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ, അതുകൊണ്ട് ആ തിരുവചനം ഓർപ്പിക്കുന്നു, പ്രിയപ്പെട്ടവരെ, മറന്നുപോകരുത്, ദേശമേ മറന്നുപോകരുത്. ആ ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ. ആരാണ് നമ്മുടെ സൃഷ്ടിയുടെ ഉദ്ദേശത്തെ നിറവേറ്റുന്നത്? ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. ദൈവത്തെ അവിടെ പോയി അന്വേഷിക്കും. ഞങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്ന് തന്നു ജീവനുള്ള ദൈവത്തെ കുറിച്ചുള്ള വാർത്ത, ജീവനുള്ള ദൈവത്തെ കുറിച്ചുള്ള അറിവ് ഞങ്ങൾ നിങ്ങളുടെ വീടുകളിൽ കൊണ്ട് തരുമ്പോൾ ഈ പ്രകൃതി അതിനു മുമ്പേ ഉച്ചത്തിൽ ഉയരത്തിൽ സംസാരിക്കുക. ദൈവം വെളിപ്പെടുത്തി തന്നെ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുക, ആകാശം നീ കണ്ണു തുറന്ന് നോക്ക, നിന്റെ വിഴികൾ തുറക്കുമ്പോൾ ഉച്ചത്തിൽ ഉയരത്തിൽ സംസാരിക്കുന്ന പ്രകൃതിയെ നിനക്ക് കാണുവാനായിട്ട് സാധിക്കും. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവരെ സിദ്ധമാണ്. എന്നിട്ട് മനുഷ്യൻ എന്ത് ചെയ്തു? ഈ അത്യുന്നതനായ ദൈവത്തെ, ആകാശത്തെ സൃഷ്ടിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ആഴിയെയും ഊഴിയെയും സൃഷ്ടിച്ചവൻ, ചേതനവും അചേതനവുമായ സകലത്തെയും രൂപകൽപ്പന ചെയ്ത ദൈവത്തിന്റെ തേജസ്സിനെ, ക്ഷയമുള്ള അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ തന്നെ അവൻ ക്ഷയമുള്ളതാക്കി തീർന്നു. ഇകഴ്ത്തി കളഞ്ഞു. കാണുന്നതിനൊക്കെയും ദൈവം എന്ന് കണ്ട് കുമ്പിട്ടു. ഫലമെന്താ? അവർ അന്ധബുദ്ധികളായി തീർന്നു. അവരുടെ ഹൃദയം ഇരുട്ടുപോയി, വിവേകമില്ലാത്തവരായി തീർന്നു. ദൈവത്തോട് അവർ ശത്രുതയുള്ളവരായി തീർന്നു. ദൈവത്തോട് ശത്രുതയുണ്ടായപ്പോൾ മനുഷ്യനോടും ശത്രുതയുണ്ടായി. ശത്രുതയുണ്ടോ? ഏകോദര സഹോദരങ്ങളാ തമ്മിൽ കണ്ടാൽ നിന്നൂല. ഏകോദര സഹോദരങ്ങളാ കയ്യിൽ വാഗ്ദത്തിയുമായി നടക്കിയ. ഏകോദര സഹോദരങ്ങളാ ഒരുമിച്ച് പോകാനായിട്ട് കഴിയില്ല. ഏതാ ദേശം ചുഴലിയ, എവിടാ വീട് അയൽവക്കത്ത, തമ്മിൽ കാണത്തില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ബന്ധങ്ങൾ ശരിയാകണമെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം ശരിയായി തീരണം. ഈ ഭൂമിയിൽ ബന്ധങ്ങൾ ആസ്വാദികരമാകണമെങ്കിൽ, പിതൃപുത്ര ബന്ധം ശരിയാകണമെങ്കിൽ, മാതൃപുത്ര ബന്ധം ശരിയാകണമെങ്കിൽ, ഭാര്യാഭർത്തൃ ബന്ധം ശരിയാകണമെങ്കിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതവും നിങ്ങളുടെ സാമൂഹിക ജീവിതവും ആസ്വാദികരമാകണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഒന്നാമത് നിങ്ങളുടെ ബന്ധം, ദൈവത്തോടുള്ള ബന്ധം ശരിയായി തീരണം. ആദവനെ ദൈവം ഏതിനാ സൃഷ്ടിച്ചത്? ആനന്ദത്തിന്റെ വർദ്ധീസ. ഇന്നും നോക്കുമ്പോ എല്ലാം ഉണ്ട്, പക്ഷെ ആനന്ദിക്കാൻ വകയില്ല. കാരണം എന്താ അറിയാമോ? ദൈവത്തോടുള്ള ബന്ധം ശരിയാകണം. ആദവനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ മുഖം വിവർണമായിരുന്നെന്നാണ് പറഞ്ഞത്. എന്നാൽ അവന്റെ അസ്ഥിയും അവന്റെ മാംസവും എടുത്ത് അവന് വേണ്ടി തക്കതായ ഒരു തുണയെ നൽകി. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാ. അവൻ നമ്മുടെ മുഖം സന്തോഷമുള്ളതായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ അവളെ മാറോട് ചേർത്തിട്ട് മനോഹരമായ ഒരു പാട്ട് പാടി. ലോക ചരിത്രത്തിൽ ആദ്യം പാട്ട് പാടിയവൻ പുരുഷനാ, പാടിച്ചവർ സ്ത്രീകളുമാണ്. ഇന്ന് പാടിപ്പിക്കുന്നത് വേറെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. പക്ഷേ പാപം അവരിലേക്ക് കടന്നു വന്നപ്പോൾ, ചതിവ് വന്നപ്പോൾ,
അകൽച്ച സംഭവിച്ചപ്പോൾ ഈ മനുഷ്യൻ തന്നെ പറയുകയാണ്, അവന് ഏറ്റവും ശ്രേഷ്ഠമായതിനെ ദാനം ചെയ്ത ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തനിക്ക് ലഭിച്ച ശ്രേഷ്ഠമായ ദാനത്തെയും തള്ളി പറഞ്ഞുകൊണ്ട് പറയുക, നീ സൃഷ്ടിച്ചതായിട്ടുള്ള ഈ സ്ത്രീ ദൈവത്തോടുള്ള ബന്ധത്തിൽ വീഴ്ച വന്നപ്പോ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അതാ പാപം. ദൈവത്തെ തിരിച്ചറിയാതെ കാണുന്നതിന്റെ പുറകിലൊക്കെ പോകുന്നതായിട്ടുള്ള അനുഭവം. ആത്മീയനാണോ? ആരാധിക്കുന്നവരാണോ? ആരെന്നാ പറയുന്നേ? പ്രാർത്ഥനയുണ്ടോ? ഉണ്ടെന്നാ പറയുന്നേ? ഭക്തനാണോ? ഞാൻ തന്നെയാണോ നിന്റെ ശിരോമണി എന്താ പറയുന്നേ? എവിടെയാണ് ഭക്തി? സ്വസ്ഥത അനുഭവിക്കാത്ത, സമാധാനം അനുഭവിക്കാത്ത, ദൈവത്തോട് നിരക്കാത്ത, ദൈവത്തോട് ഇന്ന് ശത്രുത പുലർത്തുന്ന, സഹോദരനോട് ശത്രുത പുലർത്തുന്ന ഭക്തി യഹൂദനെ സംബന്ധിച്ചും പറയുകയാണ്. യഹൂദനും യഹൂദന്റെ വരേണ്ടിയവർക്ക് പറയും. അതുകൊണ്ട് അവന്റെ പ്രാർത്ഥനയിൽ രണ്ട് കാര്യങ്ങൾ പറയും. ദൈവമേ, നീ എന്നെ സ്ത്രീയെ പോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ടും ജാതികളെ പോലെ എന്ന് പറഞ്ഞാൽ നാക്കളെ പോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഞാൻ നിന്നെ അവിടെയാണ് ഒരുവൻ ഇറങ്ങി വരുന്നത്. പൗലോസിന്റെ വാക്കുകളെ കടമെടുക്കുവാണെങ്കിൽ പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുകയാണ്, എന്താണെന്നറിയാമോ? അവൻ നമ്മെ ദൂരസ്ഥരായിരുന്ന അവൻ നമ്മുടെ സമാധാനം, ദൂരസ്ഥരായിരുന്ന നമ്മെ അവൻ തന്റെ രക്തത്താൽ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ സമീപസ്ഥരാക്കി തീർത്തു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. എന്നിട്ട് പറയുന്നു, വേർപാടിന്റെ നടുച്ചുവാൻ അവൻ ഇടിച്ചു കളഞ്ഞു. ഒരിക്കലും സാധ്യമല്ലാതിരുന്ന കാര്യം, ദൈവത്തോട് ശത്രുതയുണ്ടായിരുന്ന മനുഷ്യൻ, ദൈവത്തെ വിട്ട് ഓടിയൊളിച്ചതായിട്ടുള്ള മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അകന്നു പോയതായിട്ടുള്ള മനുഷ്യൻ, ദൈവത്തിന്റെ മുഖതേജസ്സിനെ മാറ്റിക്കളയുവാൻ, ദൈവത്തിന്റെ മുഖതേജസ്സിൽ നിന്ന് മാറിക്കളയുവാൻ സ്വയം ദൈവങ്ങളെ സൃഷ്ടിച്ചവരായിട്ടുള്ള മനുഷ്യനെ തേടി ഉന്നതനായ ദൈവം ഇറങ്ങി വന്ന അവൻ ഇറങ്ങി വന്ന് ചോദിക്കുകയാണ്, മനുഷ്യ നീ എവിടെ? അസാധ്യമായതിനെ സാധ്യമാക്കുന്നു അതിശയകരമായ അനുരഞ്ജനത്തിൽ കൂടെ. യവനനും ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന അനുഗ്രഹീതമായിട്ടുള്ള അനുഭവം. അതുകൊണ്ടാ നീതിമാനായ ദൈവത്തോട് നീതികേട് ഭവിച്ചതായിട്ടുള്ള, വിശുദ്ധനായ ദൈവത്തോട് അശുദ്ധനായി തീരുന്ന, അതേ സർവോപരി ഏകോന്മയനായ ദൈവത്തോട് വെറും മന്മയനായി തീർന്ന മനുഷ്യന് അനുരഞ്ജനം സാധ്യമല്ല. അത്യുന്നതനായ ദൈവത്തോട്, വിശുദ്ധനായ ദൈവത്തോട്, ഏകോന്മയനായ ദൈവത്തോട് എന്നെയും നിങ്ങളെയും അനുരഞ്ജനപ്പെടുത്തുവാൻ, സ്വർഗം വിട്ടിറങ്ങി വന്ന് അസാധ്യത്തെ സാധ്യമാക്കി തീർക്കുവാൻ, അന്റെ രക്തം ചൊരിഞ്ഞ് കാൽവരിയിലേക്കോ പരമമായ യാഗമായി തന്നെ തന്നെ അർപ്പിച്ച് വേർപാടിനെ നടിച്ചു വരടിച്ചു കളഞ്ഞ് ദൈവവും മനുഷ്യനും സന്ധിക്കുന്ന അനുഗ്രഹീതമായ അനുഭവം വാഗ്ദാനം ചെയ്ത നടപ്പിലാക്കിയ ഒരേ സമയമുള്ളൂ, അത് സുവിശേഷമാണ്. യേശുക്രിസ്തു എന്നെ നിങ്ങളെയും ഒന്നിപ്പിക്കുന്നു. അതിശയകരമായ അനുരഞ്ജനം, സാധ്യതകളുടെ സാധ്യത. ഒരിക്കലും ഒന്നാകില്ലെന്ന് കരുതിയവർ ദൈവത്തോട് ഒന്നിച്ചു ചേരുന്ന മനുഷ്യൻ തമ്മിൽ ഒന്നിച്ചു ചേരുന്ന, ഇവിടെ ഭിന്നതയേ ഉള്ളൂ. വർഗത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ ഇസങ്ങൾ മനുഷ്യനെ ഭിന്നിപ്പിക്കുമ്പോൾ, തത്വസംഹിതകൾ മനുഷ്യനെ ഭിന്നിപ്പിക്കുമ്പോൾ, രാഷ്ട്രമീമാംസകൾ മനുഷ്യനെ ഭിന്നിപ്പിക്കുമ്പോൾ, സകല മനുഷ്യനെയും ഒന്നിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ടെങ്കിൽ അത് സർവ്വജനത്തിനും ഉണ്ടായിരുന്ന മഹാസന്ദേശത്തിന്റെ വാർത്തയാണ്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവിനെക്കുറിച്ചുള്ള വാർത്തയാണ്. ഒന്നിച്ചിട്ടുണ്ടോ ദൈവത്തോട്? ഒന്നിക്കാൻ വേണ്ടിയ ഈ പ്രയത്നം, ഒന്നിക്കാൻ വേണ്ടിയ ഈ പ്രയത്നം, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, അവനവന് വേണ്ടി ഭിന്നിപ്പിച്ച് മുതലെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇതാ ദൈവം തന്റെ സ്നേഹത്താൽ പുത്രനെ അയക്കുന്നു. ദൈവത്തോട് മനുഷ്യനെ നിരപ്പിക്കുവാൻ, മനുഷ്യനും തമ്മിൽ ഒന്നായിത്തീരുവാൻ. രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുന്നു, എന്താ അടുത്ത സാധ്യത?
ഇത് ദൈവത്തിന്റെ ശക്തിയാണ്. രണ്ടാമത്തെ അസാധ്യമായിട്ടുള്ളത് എന്തായിരുന്നു? നമ്മുടെ രക്ഷയാണ്. നമ്മുടെ രക്ഷയാണ്. ഇതിനെ സങ്കീർത്തനക്കാരൻ വിശദീകരിക്കുന്നുണ്ട്. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 8 മണിക്ക് ക്ലാസ് രക്ഷിക്കപ്പെടുവാൻ സാധ്യമാകുമോ? മനുഷ്യൻ ശ്രമിച്ചു വരികയോ? വൈഭവമുള്ളവനാ അവൻ. ദൈവത്തെ അവിശ്വസിച്ച് സാധാരണ വാക്ക് കേട്ട് അന്നും ഇന്ന് നമുക്ക് കിട്ടുന്ന പിശാചിന്റെ വാക്കാണ്. ലോകത്തിന്റെ ശബ്ദമാ. ദൈവത്തിന്റെ ശബ്ദം അത്ര കണ്ട് ചെവിക്കൊള്ളുവാൻ നമുക്ക് മനസ്സില്ലല്ലോ. ദൈവം അവനോട് പറഞ്ഞു നിങ്ങൾ മരിക്കും. പിശാച് പറഞ്ഞു മരിക്കയില്ല, നിശ്ചയം നീ ദൈവത്തെ പോലായിത്തീരുമെന്ന്. ആ ദൈവത്തിന്റെ വാക്കുകളെ തള്ളി, ദൈവത്തിന്റെ വാക്കുകളെ പരിഹസിച്ചു, ദൈവവചനത്തെ തള്ളി അന്നും ഇന്നും ലോകം അനുഭവിക്കുന്ന സകല മൂല്യച്യുതിയുടെ കാരണം, ന്യായവിധിയുടെ കാരണം ദൈവത്തെ മറക്കുന്നു, ദൈവവചനത്തെ നിരസിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ദൈവവചനത്തെ നിരസിക്കുക. ഹവ്വ നിരസിച്ചു, ആദം തൊട്ട് പറയലും നിരസിച്ചു. കാരണം ഫലമായിട്ട് എന്തുണ്ടായി? അവർ നഗ്നരാക്കപ്പെട്ടു. നഗ്നത പിന്നെ ജാളിതയായി. പ്രിയപ്പെട്ടവരെ, പാപത്തെ ഗൗനിക്കാതെ പോകരുത്. ദൈവവചനത്തെ തള്ളുന്നതാ പാപം. പറഞ്ഞവൻ ഉടയവനാണ്. പറഞ്ഞവൻ വാക്കിൽ ഉറപ്പുള്ളവരാ. അവന്റെ വാക്ക് ഒരിക്കൽ ഊവെന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല കേട്ടോ. അവന്റെ വാക്ക് ഊവെന്നും ഇല്ല ഇല്ലെന്നുമാ. അത് ആദ്യം തിരിച്ചറിഞ്ഞത് ഹവ്വയാ. അവർ ഭക്ഷിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു? അവർ മരിച്ചു. അതിനുശേഷം അവരിൽ നിന്ന് ഉളവായവരെല്ലാം ചത്തവരല്ല. അതുകൊണ്ടാണ് പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം വാക്യം വിശദീകരിക്കുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ജനിച്ചു വീഴുന്ന ഏത് യോഗിയും ഏത് ഗുരുവും ഏതാണും ഏത് പെണ്ണും ചത്തവരാണ്. അതിക്രമം കൊന്നുകളഞ്ഞവർ, പാപത്താൽ മരിക്കപ്പെട്ടവർ, ദൈവത്തെ അവിശ്വസിച്ചതുകൊണ്ട് മരണത്തെ വരിച്ചവർ. പിന്നുള്ള പണി ഈ മരണം കൊണ്ടുണ്ടായ ജാള്യത തീർക്കുവാൻ, പാപം കൊണ്ടുണ്ടായതായിട്ടുള്ള അപമാനം തീർക്കുവാൻ, പാപം കൊണ്ടുണ്ടായ മാനക്കേട് തീർക്കുവാനുള്ള പരിശ്രമമാണ്. അന്ന് മുതൽ മനുഷ്യൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ വൈഭവത്തിൽ അന്നേരം തോന്നിയ ഒരു കാര്യം, അവൻ വീതിയുള്ള ഇല കണ്ടു കത്തിമരത്തിൽ, അതെടുത്തു, അവൻ തുന്നി തന്റെ നഗ്നത മറയ്ക്കുവാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഓടുക, അധ്വാനിക്കുക, പാവം വരുത്തി വെച്ചതായിട്ടുള്ള നഗ്നത മാറ്റുവാൻ. ആചാരനാകുക, ഞാൻ ഭക്തനല്ല, ഞാൻ ഭക്തനല്ല, ഞാൻ ഭക്തനല്ല. ഓർക്കുക, നിനക്കും അറിയാം, കാത്തു നിൽക്കുന്ന ഒരു കുഞ്ഞിനും അറിയാം രാജാവ് ഭക്തനാണെന്ന്. പാപിയാണോ? ചിലര് പറയുന്നത് ഇവനോടിരിക്കുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കി പാപി എന്ന് വിളിച്ചാൽ വിളിക്കുന്നവനാ പാപി എന്ന്. വിശുദ്ധ തിരുവെഴുത്ത് എന്നെ നിങ്ങളെ നോക്കി പാപിയാണെന്നും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നും അത് അനുദിന ജീവിതത്തിൽ നാം കാണുന്ന കാഴ്ച ഏതാണെന്നുണ്ടെങ്കിൽ അത് പറയുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാരും ദാസികളും. പാപം ജാളിലേക്ക് നയിക്കുന്നതാണ്, ലജ്ജയിലേക്ക് നയിക്കുന്നതാണ്, നഗ്നയിലേക്ക് നയിക്കുന്നതാണ്. പിശാചിന്റെ വാക്കുകൾ നിങ്ങളെ അപമാനത്തിലേക്ക് തള്ളിവിടുന്നതാ. മനുഷ്യൻ എന്തൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും, എത്ര കണ്ടെത്തിയ തുന്നി ഉടുത്ത് അരയാളെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നിന്റെ പാപത്തെ അത് മറയ്ക്കുകയില്ല. പിന്നോടുകയാണ്, വിളിക്കുക. വിളിക്കുന്ന മനുഷ്യന്റെ കാഴ്ച തുടരുക. മനുഷ്യൻ പാപിയ, പാപം ചെയ്ത ദേഹി മരിക്കണം. ആർക്ക് രക്ഷിക്കുവാനായിട്ട് സാധിക്കും? മനുഷ്യന്റെ വിജ്ഞാനം പര്യാപ്തമല്ല കേട്ടോ. മനുഷ്യന്റെ സദാചാര ബോധം പര്യാപ്തമല്ല. മനുഷ്യന്റെ തത്വസംഹിതകൾ പര്യാപ്തമല്ല. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ പര്യാപ്തമല്ല. രാഷ്ട്രമീമാംസകൾ പരാജയപ്പെടുമ്പോൾ, തത്വചിന്തകന്മാർ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണു പോകുമ്പോൾ, സകല മനുഷ്യരെയും രക്ഷിക്കുവാനായിട്ടുള്ള സന്ദേശം ഏതിനെ മുഴങ്ങി കേൾക്കുന്നു? ദൈവത്തിന്റെ ആ വായുമൊഴികളാൽ സർവ്വജനത്തിലും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്ന് പറയുന്നതിന്റെ കാരണമല്ല, അത് ദൈവം ഉച്ചരിച്ച വാർത്തയാ, മനുഷ്യനെ വീണ്ടെടുക്കുന്ന വാർത്തയാ. ഏതൊരു മനുഷ്യനെയും രക്ഷിക്കുവാനുള്ള മാർഗം, ഏതൊരു മനുഷ്യന്റെയും
താഴ്ചയിലേക്ക് താഴുക, നാശകരമായ കുഴിയിൽ കുഴഞ്ഞ ചേറിന്റെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഇന്നും നിതാന്തമായി പരിശ്രമിച്ച്, നിരന്തരമായി പരിശ്രമിച്ച്, പരാജയത്തിന്റെ പടുകുഴിയിലായിരിക്കുന്ന മനുഷ്യ, നിരാശയെ നിവദിച്ചതായിട്ടുള്ള മനുഷ്യ, അധോന്മുഖനായി തീർന്ന മനുഷ്യ, നിന്റെ ശാസ്ത്രം പരാജയപ്പെടുമ്പോൾ, അറിവ് പരാജയപ്പെടുമ്പോൾ, നിന്റെ സമ്പത്ത് പരാജയപ്പെടുമ്പോൾ, ധനം പരാജയപ്പെടുമ്പോൾ, നിന്നെ വീണ്ടെടുക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി അധികമായി വെളിപ്പെടുന്നു. മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ടിരിക്കുന്ന അത്യുന്നതനായ ദൈവം ഒരുക്കിയ ഒരു വീണ്ടെടുപ്പിന്റെ പദ്ധതി, അത് ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ചൊല്ലും രക്ഷിക്കത്തില്ല, ചൊല്ലലും രക്ഷിക്കത്തില്ല. പിന്നെ എന്താ വേണ്ടത്? അവനെ കൈക്കൊണ്ട്. ഇങ്ങനെയല്ലേ പറയുന്നേ? അവനെ കൈക്കൊണ്ട്. എന്തുകൊണ്ടാ? അവന്റെ പ്രത്യേകത, അവൻ ദൈവമാ. മനുഷ്യനെ വീണ്ടെടുക്കാൻ സാധ്യമല്ലല്ലോ. വീണ്ടെടുപ്പ് സാധ്യമാകണമെങ്കിൽ ദൈവം ഈ മണ്ണിൽ വന്നേ മതിയാകുകയുള്ളായിരുന്നു. അതുകൊണ്ട് താൻ സൃഷ്ടിച്ചതായിട്ടുള്ള മനുഷ്യനെ പുനഃസൃഷ്ടിക്കുവാൻ, താൻ സൃഷ്ടിച്ചതായിട്ടുള്ള മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, താൻ സൃഷ്ടിച്ചതായിട്ടുള്ള മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, മറുവിലയായി തന്നെ താൻ നൽകുവാൻ ദൈവത്തിന്റെ പുത്രൻ ഈ മണ്ണിൽ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. അതാ സാധ്യതകളുടെ സാധ്യത, അതാ സാധ്യതകളുടെ സാധ്യത. നമ്മുടെ ഏറ്റവും വലിയ അത്ഭുതം എന്താ? പണ്ട് പറയുമ്പോൾ ചന്ദ്രനെ നോക്കി, ചന്ദ്രനിൽ ഞാൻ എന്റെ കാലിൽ മനുഷ്യൻ നെറ്റിലിരിച്ചു പറയുന്നു. അതാണോ ഏറ്റവും വലിയ അത്ഭുതം? അതാണോ ഏറ്റവും അസാധ്യമായത്? പൗലോസ് പറയുന്നു, ഇതൊരിക്കലും അസാധ്യമായതായിരുന്നില്ല. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് വാഴുവാൻ വേണ്ടിയാ. വാഴുന്നവനായ ദൈവം വാഴുവാൻ പ്രാപ്തിയുള്ളവനായി തന്റെ സാരാംശത്തെ അവൻ അറിയപ്പോൾ അവൻ കാണുന്നത് എല്ലാം വാഴുവാൻ അറിയാം. ആകാശവാളങ്ങളെ അവൻ കീഴടക്കും. കാരണം ഇതിനെ സൃഷ്ടിച്ചവന്റെ സാരാംശം അവന്റെ ഉള്ളിലുണ്ട്. എന്നാൽ മനുഷ്യൻ കണ്ട വിസ്മയമേതാ? മനുഷ്യന്റെ ജ്ഞാനത്തിൽ ഇന്നും ഒതുങ്ങുപോകാൻ കഴിയാത്തതായിട്ടുള്ള, വിശദീകരിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള, വർണ്ണിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള മർമ്മമേതാ? ഈ മണ്ണിനെ സൃഷ്ടിച്ചവൻ, ആകാശഗോളങ്ങളെ സൃഷ്ടിച്ചവൻ, അത്യുന്നതനായ ദൈവം, സൃഷ്ടാവായിരിക്കുന്നവൻ, യജമാനനായിരിക്കുന്നവന്റെ കാലുകൾ പാദങ്ങളിൽ താഴ്ച വന്നതായിട്ടുള്ള മണ്ണിൽ സ്പർശിച്ചു വരുന്നതാ. അസാധ്യമായതിന്റെ സാധ്യത. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സാധ്യമാകുമോ? ഈ കസേരയിൽ നമുക്കൊന്ന് ഇറങ്ങിയിരിക്കാൻ പാടല്ലേ? കേറിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ടൊന്നും ഇരിക്കാൻ പാടാ. പിന്നെ വന്നവരല്ലേ എവിടുന്നോളം? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം. ഇമേജിൻ ചെയ്യാൻ പറ്റുമോ? വിഭാവന ചെയ്യാൻ പറ്റുമോ? ചിന്തിക്കാൻ കഴിയുമോ? അവൻ ഇറങ്ങി വന്നു, എനിക്ക് നിങ്ങൾക്കുമായി. എന്തിനാ? പാലിന്റെ മനുഷ്യനെ, ഈ പാലിന്റെ മനുഷ്യനെ ഈ മണ്ണിൽ ജനിച്ച് ചത്തവരായി ജനിച്ച് ഈ മണ്ണിൽ ചത്തൊടുങ്ങേണ്ട എനിക്ക് സമൃദ്ധമായ ജീവൻ നൽകും. അതുകൊണ്ടാണ് അതാ പറഞ്ഞത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ അറ്റുപോകാത്ത അനന്തമായ ജീവനെ, തന്റെ ജീവനെ പകർന്നു നൽകിക്കൊണ്ട് മൺമയനായ മനുഷ്യനെ വിൺമയനാക്കി തീർക്കുവാൻ, പാലിന്റെ മനുഷ്യനെ ഫലത്തിലേക്ക് ആനയിക്കുവാൻ സ്വർഗത്തിന്റെ കവാടങ്ങളെ തുറന്നു തന്ന് എന്നെ നിങ്ങളെ കൈപിടിച്ച് നിത്യ സൗഭാഗ്യങ്ങളുടെ ആനന്ദത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ ഇരട്ടിയായി മടക്കി നൽകുവാൻ ദൈവത്തിന്റെ പുത്രനെ ഈ മണ്ണിൽ അയച്ചു. അത് അസാധ്യമായിരുന്നു, അത് അവൻ സാധ്യമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത്, സ്വപുത്രനെ ആദരിയാതെ നമുക്കായി പറയണം കേട്ടോ, എനിക്കായി തന്നവൻ. സ്വപുത്രനെ ആദരിയാതെ എനിക്കായി തന്നവൻ, അവനോട് കൂടെ സകലവും. നിങ്ങൾ ചെറിയ കാര്യത്തിൽ വില പിടിക്കുന്നത് കേട്ടോ. അത്രയൊക്കെ ചെയ്തിട്ടുള്ളവൻ, അതിന്റെ അർത്ഥം അവനെല്ലാം എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രൈസ് ദി ലോർഡ്. അവനെല്ലാം എനിക്ക് വേണ്ടി ചെയ്യും. എന്റെ കടത്തെ അവൻ വീട്ടും, എന്റെ രോഗത്തെ അവൻ സൗഖ്യമാക്കും, എന്റെ കണ്ണുനീരിനെ അവൻ തുടയ്ക്കും, എന്റെ വേദനകളെ അവൻ മാറ്റും, എന്റെ കരം പിടിച്ചു നടത്തും. ഞാൻ അസാധ്യമെന്ന് ചിന്തിക്കുന്നതൊക്കെ അവൻ സാധ്യമാക്കി തരും. ഒരിക്കലും അസാധ്യമായതിനെ അവൻ സാധ്യമാക്കി. എന്താ അസാധ്യമായി? എന്റെ രക്ഷ ഒരു ഗുണവുമില്ല, ഒരു മണവുമില്ല, കൈവിരിപ്പ് മോശമാ, പാരമ്പര്യം രക്ഷിക്കത്തില്ല, പരിജ്ഞാനം രക്ഷിക്കത്തില്ല. അമ്മേ
കേട്ടിട്ടുണ്ടോ? വീണ്ടുജനങ്ങളെ കുറിച്ച് യേശുവിന്റെ രക്തത്താൽ കാൽവരിയിലെ മഹോന്നതങ്ങളിൽ ഒഴുകിയിറങ്ങിയ ഹാവേലിനേക്കാളും ഗുണകരമായി സഞ്ചാരിക്കുന്ന ഊനമില്ലാത്ത ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്തത്താൽ ജനിച്ചിട്ടുണ്ടോ? വീണ്ടുജനം ഉണ്ടായിട്ടുണ്ടോ? അതിനവൻ ഈ മണ്ണിൽ വന്നത് നിങ്ങളെ ജനിപ്പിക്കുക. എങ്ങനെ കർത്താവേ യേശുവിനെ ഇതെങ്ങനെ സാധിക്കും? അവൻ തിരികെ നോക്കിയിട്ട് പറയുകയാണ്, മനുഷ്യരാൽ ജ്ഞാനത്താൽ സാങ്കേതിക വിദ്യകളാൽ വൈജ്ഞാനികതയാൽ അസാധ്യം, ദൈവത്താൽ സാധ്യം. അവസാനമായി വേഗത്തിൽ പറഞ്ഞ അവസാനത്തിലേക്ക് അവരെനിക്ക് നിങ്ങൾക്കും അനുഗ്രഹീതമായ ഒരു നിയോഗം നൽകി. എനിക്ക് നിങ്ങൾ സാധ്യമാകുമ്പോൾ ഉച്ചരിക്കാൻ സമയമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അനുഗ്രഹീതമായ ഒരു നിയോഗം. എന്താ നിയോഗം? ഇതാദ്യം ആരാ പറഞ്ഞത്? ഏതെങ്കിലും ദൈവം. He spelled the message. അവന്റെ വായിൽ നിന്ന് അടർന്നു വീണ സന്ദേശം. പിന്നീട് അത് ദൂതന്മാർ ഉദ്ഘോഷിക്കുന്നു, പ്രവാചകന്മാർ പ്രഘോഷിക്കുന്നു. ഇസ്രായേലിലൊക്കെ യഹൂദിയ പാരമ്പര്യത്തിൽ നിരന്തരമായി പ്രഘോഷിക്കപ്പെട്ട സന്ദേശം ഇന്ന് ഈ പാവപ്പെട്ട ബലഹീനനായ മൺകൂടാരത്തിൽ വസിക്കുന്ന എന്നിലൂടെ അനുഗ്രഹീതമായ ദൂതന്മാർക്ക് പോലും കൊടുക്കാതെ, ദൂതന്മാർക്ക് പോലും കൊടുക്കാതെ, അതുകൊണ്ട് സകലജാതികളുടെയും ഇവിടെ പൗലോസ് പറയുകയാണ്, അനുസരണം വരുത്തേണ്ടത് ദൈവത്തോടും മനുഷ്യരോടുമുള്ള കടപ്പാടിനെ ബോധ്യം നൽകിക്കൊണ്ട് അവൻ എന്ത് ചെയ്തു? ഈ നിയോഗം എനിക്ക് നൽകി. ഗോസ്പൽ എന്നോട് നീ എന്താ കാരണം? ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും നമ്മുടെ മേൽ പറ്റത്തില്ല. ഇതെങ്ങനെ സാധ്യമാകും? ഓ പറഞ്ഞ ഉത്തരം മതിയുള്ളൂ. ഞാനോ ലോകാവസാനം ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നാളെ ഇല്ല. കാരണം അവൻ ഞങ്ങളോട് കൂടെയുണ്ട്. അവൻ ഞങ്ങളോട് കൂടെയുണ്ട്. ഭയമുണ്ടോ? അതുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാനോ ലോകാവസാനത്തോളം അവൻ കൂടെയുള്ളപ്പോൾ ഭയമില്ല. ദാവീദ് പറയുക, മൂരികൾ താഴ്വരയിൽ കൂടെ നടന്നു പോയാലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല. അപമാനമൊക്കെയുണ്ട്, നിന്നയൊക്കെയുണ്ട്, വെല്ലുവിളികളുണ്ട്, നിതാന്തമായ പോഷ്കിന്റെ വർത്തമാനം ഒരുപക്ഷെ കേട്ടെന്നിരിക്കും. തളരത്തില്ല. കാരണം ഉള്ളിലുള്ള കാര്യസ്ഥൻ സർവശക്തനാണ്. ഉള്ളിലുള്ള കാര്യസ്ഥൻ ഞങ്ങളെക്കാളും ബലഹീനമായതിനെ തെരഞ്ഞെടുത്ത് ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ പോഷകമായതിനെ തെരഞ്ഞെടുത്ത് അത്യുന്നതനായ ദൈവത്തിന്റെ കൃപയുടെ അത്യുന്നതം നമ്മുടെ കൂടെ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആ പോയി അനുവദിക്കുക. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? You have heard the gospel. നിങ്ങൾ ആ സുവിശേഷം കേട്ടു. So you go and spread. കേട്ടവർ എന്ത് ചെയ്യണം? പോണം, പറയണം. എക്സ്ക്യൂസ് പറഞ്ഞിരിക്കരുത്. അവനെ ഇവരെ നോക്കിക്കൊണ്ടിരിക്കരുത്. ആരെ നോക്കാൻ അവസരം തന്നത്? അന്ധനായി പോയ മനുഷ്യന്റെ കണ്ണിനെ വളർത്തുന്നു. അന്ന് വരെ കാണാത്ത കാഴ്ച അവന്റെ കണ്ണിന്റെ മുമ്പിൽ വെളിപ്പെടുത്തി. അവൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോ തന്റെ കണ്ണുകളെ തുറന്നവന്റെ ശോഭ, തേജസ് കാണുന്നവൻ എങ്ങനെ കാണുന്നവൻ എങ്ങനെ വർണ്ണിക്കാതിരിക്കുവാൻ സാധിക്കും? കാണുന്നവൻ വിശദീകരിക്കുന്നതൊക്കെയും അവന്റെ മഹത്വമാ. പാപം അന്ധമാക്കി കളഞ്ഞ, ഒരാൾക്ക് തുറക്കുവാൻ കഴിയാതിരുന്ന എന്റെയും നിങ്ങളെയും കണ്ണുകളെ, പാപം കുരുടാക്കി കളഞ്ഞ കണ്ണുകളെ, പാപം അന്ധമാക്കി കളഞ്ഞ ഹൃദയത്തെ, പാപം ചലനമാറ്റനാക്കി തീർത്ത ഈ കല്ലുപോലുള്ള ഹൃദയത്തെ അവൻ മാറ്റി ജീവൻ തുടിക്കുന്ന മാംസമായ ഹൃദയം തന്നുവെങ്കിൽ കണ്ണു തുറന്നാട്ടെ. See the glory of God, the greatness of Almighty. സർവശക്തന്റെ മഹത്വത്തെ ദർശിച്ചാട്ടെ. കാണുമ്പോ പ്രാചാര്യൻ പറയാ, നാം സ്വീകരിച്ചു പറയുന്ന നമ്മുടെ അപ്പോസ്തലനും നമ്മുടെ മഹാപുരോഹിതനുമായ ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ സകലഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് വിശ്വാസത്തിന്റെ നായകനെ പൂർത്തിപ്പെടുത്തുന്നവരെ നോക്കുമ്പോൾ സാക്ഷികളുടെ വലിയ സമൂഹത്തോട് ഞാൻ നിങ്ങൾ ചെല്ലുക. സഭയുടെ ദൗത്യം അതാകട്ടോ.
ഒന്നുമല്ല. സുവിശേഷം അറിയിക്കാത്ത സഭ സഭയല്ല. സുവിശേഷം കേൾക്കണം, ദേശം മനസ്സന്തരപ്പെടണമെങ്കിൽ അവൻ നമ്മളോട് പറഞ്ഞു. ഒരു യോഗ്യതയുമില്ലാത്ത, ഒരു സാധ്യതയുമില്ലാത്ത എന്നെ നിങ്ങളെയും ഈ മഹത്വത്തിന്റെ ശുശ്രൂഷ, പ്രൈസ് ദി ലോർഡ്, തേജസ്സിന്റെ ശുശ്രൂഷ, ഇത് ഇന്ന് തിരിച്ചറിയുകയില്ല കേട്ടോ. അവിടുന്ന് രാജാധിരാജാവ് എഴുന്നള്ളുമ്പോൾ ചിലർ പറയുന്നത് എന്താ പണി? കാലത്തിന്റെ പരിപൂർണതയിൽ, കാലത്തിൻ്റെതായിട്ടുള്ള തികവിൽ കന്യകയുടെ പുത്രനായി അവൻ ജനിച്ചുവെങ്കിൽ അതിന്റെ സമാപ്തിയിലേക്ക് എത്തുമ്പോൾ വാനമേഘങ്ങളെ തേടാക്കി ഞങ്ങൾക്ക് ഈ നിയോഗം തന്നവൻ വാനമേഘങ്ങളെ കീറി മുറിച്ച് അവൻ എഴുന്നള്ളുന്ന ഇടയശ്രേഷ്ഠൻ എഴുന്നള്ളുന്ന ആ സ്ഥലത്തിൽ ഈ വഴിയിൽ നിന്ന് പ്രസംഗിച്ചവൻ, ഈ റോഡിൽ കൂടെ പ്രാർത്ഥനയുമായി നടന്നവൻ, കയ്യിലൊരു ട്രാക്റ്റുമായി ഓരോ ഭവനങ്ങളിലും വന്നലഞ്ഞവൻ, അവന്റെ മേൽ ഫലമേൽപ്പിക്കപ്പെട്ട നിയോഗം എത്ര വലിയ തേജസ്സിന്റെ നിയോഗമായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, മൺകൂടാരത്തിൽ വസിക്കുന്ന എന്നെയും മണ്ണിനോട് ചേരുന്ന എന്നെയും വാളാത്ത കിരീടങ്ങൾ നൽകി ആദരിക്കുവാൻ തക്കവണ്ണം എന്നോടും നിങ്ങളോടും കൃപകളുള്ളവനായ ദൈവം നൽകി തന്ന വലിയ നിയോഗം. ഗോ ആൻഡ് സ്പെൻഡ്. പോകാം, 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 അസാധ്യമായി. അവിടെ അവർ ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾ എവിടെയാണ്? അനാഥനായി കൈവിടുകയില്ല, പിന്നെ എന്ത് ചെയ്യും? ഞാനോ ലോകാവസാനത്തോളം എല്ലാം ഇരുന്നേൽക്കാം, പോകാം, പറയാം. ഇത് പറഞ്ഞ് അവസാനിക്കുമ്പോൾ ആത്മഭാരത്തോടെ പറയട്ടെ. തലമുറയോടെങ്കിലും കേൾക്കാനോട് പറയുമോ? നിങ്ങളുടെ ഒന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ തലമുറയോടെങ്കിലും യേശുക്രിസ്തുവിന്റെ കൈക്കൊണ്ടില്ലെങ്കിൽ കുഞ്ഞെ നിന്റെ ജീവിതം നശിച്ചു പോകുമെന്ന് പറയാൻ മറന്നു പോകരുതേ, മറന്നു പോകരുതേ. ദൈവം നമ്മെ സഹായിക്കട്ടെ. സുവിശേഷം ദൈവത്തിന്റെ ശക്തി, അസാധ്യങ്ങളുടെ സാധ്യത. 3 കാര്യങ്ങൾ പറഞ്ഞു. അതിശയകരമായ അനുരഞ്ജനം, അതുല്യമായ രക്ഷ, അനുഗ്രഹീതമായ നിയോഗം. ഞാൻ പറയട്ടെ, അതിശയകരമായ അനുരഞ്ജനം എനിക്ക് നൽകി തന്ന എന്റെ ദൈവത്തിന്റെ സ്തോത്രം. അതിശയകരമായ അതുല്യമായ രക്ഷ എനിക്ക് ഔദാര്യമായി തന്ന എന്റെ ദൈവത്തിന്റെ മഹത്വം. അനുഗ്രഹീതമായ ഈ ശുശ്രൂഷ ഏറ്റവും കുറവുള്ള അയോഗ്യനായ എന്നെ ഫലമേൽപ്പിച്ച എന്റെ അപ്പച്ചന് കോടാനുകോടി നന്ദി. ആമേൻ. സമാന പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്.